ഞങ്ങൾ ഒരു ദൈവത്തിൻ്റെയും ഒരു തരി സ്വർണവും കക്കാൻ നടക്കുന്നവരല്ല. പകൽ വെളിച്ചം പോലെ വ്യക്തമാണത് ആളുകൾക്ക്. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചാരവേല ഞങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ വാതിൽ പാളി മാത്രമല്ല, വടി മാത്രമല്ല, കുടിമരത്തിൻ്റെയും പ്രശ്നം വന്നല്ലോ, വാഹനത്തിൻ്റെ പ്രശ്നം വന്നല്ലോ. ഒക്കെ വരട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. തന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കൊള്ള എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവരെല്ലാം നിയമത്തിന്റെ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കില്ല. ഗവൺമെന്റിൻ്റെതാക്കിയിട്ടുള്ള ഈ നേട്ടങ്ങളൊന്നും അത്രത്തോളം യേശുന്നില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് മിസ്റ്റർ MV ഗോവിന്ദൻ, നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഇപ്പോൾ സാമാന്യേന നിങ്ങളോട് ചോദിക്കുവാൻ തോന്നുന്നത്. ഓരോ മലയാളിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ പല പ്രസ്താവനകളും കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഉയർന്ന ചിന്താഗതിയുള്ള പാർട്ടിയാണ് CPM എന്നാണല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ പറഞ്ഞ് പരത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലുള്ള ഉയർന്ന ചിന്താഗതിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് നിങ്ങളുടെ സംസാരവും പെരുമാറ്റ രീതികളും കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ പെരുമാറ്റവും സംസാര രീതികളും കാണുമ്പോൾ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-ന് യാതൊരു തരത്തിലും ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് ഏറെ ഹാസ്യാത്മകമായി തോന്നുന്നത്. മുൻപ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തി കഴിഞ്ഞപ്പോൾ അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈന്ദവ വിശ്വാസികളുടെ വീടുകൾ കയറിയിറങ്ങി ശബരിമലയിൽ CPM-ന് തെറ്റുപറ്റി എന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് കേട്ടിരുന്നത്. ഹൈന്ദവ വിശ്വാസികളോട് CPM മാപ്പ് പറയുന്നതിന് വേണ്ടിയാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വീടാന്തരം കയറിയിറങ്ങി ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക, അവരോട് സംസാരിക്കുക, കഴിയുമെങ്കിൽ വീട്ടുകാരുടെ വീടിനകത്ത് തന്നെ കയറിയിരുന്ന് അവരോട് സംവദിക്കുക. അവർ പ്രകോപിച്ചാലും യാതൊരു തരത്തിലും പ്രകോപനപരമായി അവരോട് പെരുമാറരുത്, ദേഷ്യപ്പെടരുത് എന്നൊക്കെ തിട്ടൂരമിറക്കിയിരിക്കുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും എല്ലാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു ഗൃഹസമ്പർക്ക പരിപാടിക്ക് ഇറങ്ങിയപ്പോഴാണ് MV ഗോവിന്ദൻ വീണ്ടും കേരളക്കാർക്ക് ചിരിക്കുവാനുള്ള ചില വകകൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി CPM-ന് യാതൊരു തരത്തിലും പങ്കില്ല, ഞങ്ങൾ ഒരു ദൈവത്തിന്റെയും സ്വർണം കക്കില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ദൈവവിശ്വാസികളല്ലാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ മാത്രം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ദൈവമുണ്ട്, ഒരു ദൈവത്തിന്റെയും സ്വർണം ഞങ്ങൾ മോഷ്ടിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവമുണ്ട് എന്ന് പറയുന്നത് തന്നെ ചിരിക്ക് വകയുളവാക്കിയിരിക്കുന്നു. CPM-ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു തരത്തിലും പങ്കില്ല എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT-യുടെ അറസ്റ്റിൽ ജയിലിൽ കിടക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കമിട്ട് അടയാളപ്പെടുത്തി പറയാൻ സാധിക്കും 90% ആളുകളും CPM-ന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന N വാസു മുൻ CPM മുഖ്യമന്ത്രിയുടെ, അതായത് VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഗുരുദാസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. കൊല്ലം കുളനടയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ശബരിമലയിൽ 2 തവണ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആളായിരുന്നു N വാസു. CPM-ന്റെ സമുന്നതനായ നേതാവായിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി CPM-നും പിണറായി വിജയനും ഒത്താശ ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനെ വീണ്ടും ആ ഉപകാരസ്മരണയിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റാക്കി പിണറായി വിജയൻ അവരോധിച്ചത്. തീർന്നില്ല, CPM-ന്റെ കോന്നി MLA ആയ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്നു. പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ എത്തിയ MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്തായ CPM-ന്റെ മുൻ MLA ആയ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ പത്മകുമാറിനെതിരെ CPM എന്ത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടത് എന്ന് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ പതിവ് ശൈലിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല, സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ എല്ലാവരും പ്രതികളാക്കണമെന്നോ കുറ്റവാളികളാകണമെന്നോ നിർബന്ധമില്ല, അതുകൊണ്ട് SIT ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ പത്മകുമാറിനെ CPM കുറ്റക്കാരനായി വിധിക്കുകയുള്ളൂ. അത്തരം ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് പത്മകുമാറിനെ തള്ളി പറയാൻ CPM തയ്യാറാകും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ മറ്റുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളാണ് എന്ന് പൊതുജനം ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരെല്ലാവരും തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമോ എന്നൊക്കെ പറയുന്ന മുറവിളി കൂട്ടുന്ന ആളുകളാണ് CPM-കാർ എന്നുള്ളതും MV ഗോവിന്ദൻ മറന്നുകൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ പാർട്ടിക്കാരൻ തന്നെയാണ് തെരുവിൽ പ്രകടനം നടത്തിയത്. ആ MV ഗോവിന്ദന്റെ പാർട്ടിക്കാരനായ MLA ആയ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയിട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ ന്യായവാദം വരുന്നത്.
ഇത് തന്നെയാണ് CPM-ന്റെ എക്കാലത്തെയും ഇരട്ടത്താപ്പ് എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരിൽ 90% ആളുകളും CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരും പ്രവർത്തകരും അണികളും തന്നെയാണ്. എന്നിട്ടും CPM-ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു തരത്തിലും പങ്കില്ല എന്നാണ് ഗൃഹസമ്പർക്ക പരിപാടിയിൽ MV ഗോവിന്ദൻ സ്വതസിദ്ധമായ ചിരിയിൽ ജനങ്ങളെ ചിരിച്ച് മയക്കിക്കൊണ്ട് പറയുന്നത്. CPM-ന് ഇതിൽ ഒരു തരത്തിലും പങ്കില്ല, ഇതിന് CPM വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്, CPM സർക്കാരായതിന്റെ പേരിലാണ് ഇവരെല്ലാം അറസ്റ്റിലായത് എന്നൊക്കെയാണ് പലപ്പോഴും വീമ്പ് പറയാറുള്ളത്. ഗൃഹസമ്പർക്ക പരിപാടിയിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ അവർ MV ഗോവിന്ദനുമായി ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ സാധാരണയായി അവരവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവർ പറയുന്നത് കാർഷിക രംഗത്തുള്ള തിരിച്ചടികളെ കുറിച്ചാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് ജനസമ്പർക്ക പരിപാടികൾ ജനങ്ങൾ പറയുന്നത് എന്നൊക്കെയാണ് MV ഗോവിന്ദൻ തിരിച്ചടിച്ചത്. അദ്ദേഹം അടിവരയിട്ട് പറയുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ശബരിമലയിൽ നടന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഞങ്ങളല്ല, അത് മറ്റാരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് CPM പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ പത്രപ്രവർത്തകർക്ക് അത് മനസ്സിലാവില്ല. കാരണം പത്രപ്രവർത്തകർക്ക് CPM-നെതിരെ ഒരു അജണ്ടയുണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി MV ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറയുന്നത് പോലെയാണ് മാധ്യമങ്ങൾക്ക് നേരെ MV ഗോവിന്ദൻ ചാടുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് മാധ്യമങ്ങളാണ് എന്നുള്ളതിന്റെ ഒറ്റ വൈരാഗ്യം തന്നെയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിച്ചത്. കോൺഗ്രസും BJP-യും ചേർന്ന് കൂട്ടുകെട്ട് നടത്തുന്ന ഈ കൂട്ടുകച്ചവടത്തിൽ CPM-ന് പങ്കില്ല എന്നുകൂടി എടുത്തു പറയുവാൻ MV ഗോവിന്ദൻ സമയം കണ്ടെത്തി. അതായത് രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയും MV ഗോവിന്ദൻ ഈ പ്രശ്നം വളച്ചൊടിക്കുന്നതായി കണ്ടു. മാധ്യമങ്ങൾക്ക് മുന്നിൽ MV ഗോവിന്ദൻ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും അതിന് CPM-ന് യാതൊരു തരത്തിൽ പങ്കില്ല എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും, അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ദൈവത്തിൻ്റെയും ഒരു തരി സ്വർണവും കക്കാൻ നടക്കുന്നവരല്ല. പകൽ വെളിച്ചം പോലെ വ്യക്തമാണത് ആളുകൾക്ക്. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചാരവേല ഞങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. അത് നടക്കട്ടെ, ഞങ്ങൾക്കതിൽ എന്താ മറച്ചു പോകാനുള്ളത്? എല്ലാ അന്വേഷണം നടക്കട്ടെ. ഇനി 20 കൊല്ലമല്ല, ഇനി അതിൻ്റെ അപ്പുറത്തെ കൊല്ലം വേണം അതും അന്വേഷിച്ച് നോക്കട്ടെ. ഈ പറയുന്ന പോലെ വാതിൽ പാളി മാത്രമല്ല, വടി മാത്രമല്ല, കുടിമരത്തിൻ്റെയും പ്രശ്നം വന്നല്ലോ, വാഹനത്തിൻ്റെ പ്രശ്നം വന്നല്ലോ, ഒക്കെ വരട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. തന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കൊള്ള എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവരെല്ലാം നിയമത്തിൻ്റെ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങളതിനെടുക്കില്ല. ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് അധികം ബുദ്ധിപ്പെടുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് വേറെ ബുദ്ധിയാണുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസും വേറൊരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് ഞങ്ങളൊക്കെ ഉള്ളതല്ലേ. എല്ലാവരെ പറ്റിയും വന്നിട്ടുണ്ടല്ലോ. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. വായിച്ചില്ലേ? സാധാരണക്കാരെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പറയുമ്പോൾ ഒരാളോട് പറയുമ്പോൾ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവർ കാർഷിക മേഖലയിലെ പ്രശ്നം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിൻ്റെതാക്കിയിട്ടുള്ള ഈ നേട്ടങ്ങളൊന്നും അത്രത്തോളം യേശുന്നില്ല എന്ന രീതിയിലുള്ള വിശദീകരണം നടത്തുന്നുണ്ട്, ഒക്കെ നടത്തുന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ. തിരുത്തൽ ആവശ്യപ്പെടുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തിരുത്താൻ ആവശ്യപ്പെടുമോ പാർട്ടി? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു.